ഹായ്, നിങ്ങൾ കാത്തിരുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകൾ ഇതാ ഇന്ന് വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ഇതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. അറിയുന്നതാണ്, ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് പേ 39,300 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി തന്നെയാണ്. ഇങ്ങനെയുള്ള തസ്തികകളിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉണ്ടാവാറുള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ്. അത് നോക്കിയിട്ടല്ല നമ്മളൊരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ ഒരു വേക്കൻസി, അല്ലെങ്കിൽ 10 വേക്കൻസി, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് അങ്ങനെ നോക്കിയിട്ടല്ല. നമ്മളങ്ങ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം 18-നും 36-ഉം അല്ലെ, 18 മിനിമം പ്രായം, മാക്സിമം 36 ജനറൽ വിഭാഗത്തിന്. ഇതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സാധാരണ PSC മറ്റു പരീക്ഷകളുടെ അതേ ഏജ് ലിമിറ്റ് തന്നെയാണ്. പിന്നെ OBC-ക്കാർക്കാണെങ്കിൽ 3 വർഷത്തെ ഇളവുണ്ടാവും, SC-ക്കാണെങ്കിൽ 5 വർഷത്തെ ഇളവുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ 2/1/1959-നും 1/1/2007-നും ഈ 2 ഡേറ്റുകളും ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവർക്കാണ് ജനറൽ വിഭാഗത്തിൽ അർഹതയുള്ളത്, അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളത്. ഇനി OBC വിഭാഗമാണെങ്കിൽ 2/1/86 2/1/86 ആ തീയതിയോ അല്ലെങ്കിൽ അതിനുശേഷമോ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റത് സെയിം അല്ലേ, മിനിമം പ്രായം എല്ലാവർക്കും സെയിം ആണ്. ദെൻ SC ആണെങ്കിലോ 2/1/84 അല്ലേ, 89 ആകുമ്പോൾ 5 കൊല്ലം കുറയ്ക്കുമ്പോൾ 54. അപ്പോൾ 2/1/84-ന് ആ 2/1/84-ഉം അതിനുശേഷവും ജനിച്ച ആളുകൾക്ക്, SC വിഭാഗത്തിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ഏകദേശം 300-ഓളം നിയമനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെയായിട്ട്. നവംബർ 11-നാണ് ലാസ്റ്റ് നിയമനം നടന്നത്. അതുവരെ ആയിട്ട് 300-ഓളം നിയമനങ്ങളാണ് നിലവിൽ നടന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിന് കാലാവധി അടുത്ത മാർച്ച് വരെ, 2027 മാർച്ച് വരെ, 2027 മാർച്ച് വരെ ഉണ്ടാവും. 2027 മാർച്ച് 11-12 അങ്ങനെയാണെന്ന് തോന്നുന്നു പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ട തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എക്സാം ഏകദേശം മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും പ്രിലിംസ് ഉണ്ടാവുക. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ട് മെയിൻസ് എക്സാം ഉണ്ടാവും. ആ രീതിയിൽ ഒരു പ്രിലിംസും മെയിൻസും ഉണ്ടാവുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ എക്സാം ഉണ്ടാവുക. ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നത് ഡിസംബർ 31 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 31 രാത്രി 12 മണി വരെയാണ് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ എൻട്രിയിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിസംബർ 1-ന് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അതിലും അഡ്മിഷൻ എടുക്കാം. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് എന്താണ്, SI ആണ്. SI 2 വിഭാഗത്തിലുള്ളതും വന്നിട്ടുണ്ട്. അതായത് സിവിൽ പോലീസിലേക്കുള്ള അല്ലേ SI വന്നിട്ടുണ്ട്. അതേപോലെ ആംഡ് ബറ്റാലിയനിലേക്കുള്ള SI വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നുള്ള ആ ഒരു ഇതാണ്. 45,600 ബേസിക് പേ ആണ്. ഇതൊക്കെ ബേസിക് പേ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ DA ഉണ്ടാവും. നിലവിൽ 22% സംസ്ഥാന സർക്കാരിൻ്റെ DA എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, 22% DA, HRA 10%. HRAക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, എങ്കിൽ നമുക്ക് 10% വെച്ച് കൂട്ടുകയാണെങ്കിൽ 32%. ഇതിൻ്റെ തന്നെ 32% അതിൻ്റെ കൂടെ ഉണ്ടാവും. ബേസിക് പേ ഇതിൻ്റെ കൂടെ, ഇതിൻ്റെ 32% കൂടി ആഡ് ചെയ്താണ് ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. പിന്നെ അലവൻസുകൾ കാര്യങ്ങൾ വേറെയും. ഓക്കെ, അപ്പോൾ ഇതും എന്നും വിളിക്കുന്ന പോലെ തന്നെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിൽ തന്നെയാണ് SIയും എല്ലാ വർഷവും വിളിക്കാറുള്ളത്. അപ്പോൾ ഇത് ആംഡ് പോലീസ് ബറ്റാലിയനിലാണ്. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സിവിൽ പോലീസിലേക്കാണെങ്കിൽ SIക്ക് ആർക്ക് അപ്ലൈ ചെയ്യാം? വനിതകൾക്ക് അപ്ലൈ ചെയ്യാം. ഭിന്നശേഷിക്കാർക്ക് 2 വിഭാഗത്തിലും പറ്റില്ല. കാരണം നമുക്കറിയാലോ, ഫിസിക്കൽ എഫിഷ്യൻസി ഒക്കെ നോക്കുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് എന്തില്ല, ഭിന്നശേഷിക്കാർക്ക് പറ്റില്ല. പക്ഷെ വനിതകൾക്ക് ഏതിൽ പറ്റും? ആ വിഭാഗത്തിൽ പറ്റും. പക്ഷെ ഇതിൽ വനിതകൾക്ക് പറ്റില്ല. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് SI വിഭാഗത്തിലേക്ക് വനിതകൾക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ 2 കാറ്റഗറി ആണുള്ളത്. കാറ്റഗറി 446/2025, 447. 446-ലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓപ്പൺ മാർക്കറ്റിലുള്ളത് ആളുകൾ അപ്ലൈ ചെയ്യേണ്ടത് അതാണ്. രണ്ടാമത്തത് എന്താണ്, 447 എന്ന് പറയുന്നത് കോൺസ്റ്റാബുലറി വിഭാഗമാണ്. അതായത് പഴയ പേരാണ്, കോൺസ്റ്റബിൾസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇതിൽ കോൺസ്റ്റബിൾ, അതായത് ഇന്നത്തെ സിവിൽ പോലീസ് ഓഫീസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അല്ലേ, ആ കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് കോൺസ്റ്റാബുലറി വിഭാഗം എന്ന് പറയുന്നത്. അതിന് ഏജ് വ്യത്യാസം കേട്ടോ. അതായത് ഓപ്പൺ മാർക്കറ്റിലാണെങ്കിൽ SIൻ്റെ ഏജ് 20 to 31 20 വയസ്സ് മിനിമം, 31 വയസ്സാണ് മാക്സിമം. ഓക്കെ, അവിടെയും ഈ പറഞ്ഞ രീതിയിൽ OBCക്കും SCക്കും ഇളവുണ്ട്. നിങ്ങൾക്കറിയാം, 2/1/94 1/1/2005 ആ തീയതിയും അതിനിടയിലും ജനിച്ച ആളുകൾക്കാണ് ജനറൽ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ OBCക്കാർക്കാണ് ഇവിടെ എന്താണ്
എന്താണ് സാധാരണ പോലെ തന്നെ ഇളവുണ്ട്. അതേപോലെ തന്നെ SCക്കും അല്ലേ 3 വർഷത്തെയും 5 വർഷത്തെയും ഇളവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും മാറ്റം ഉണ്ടാവും. ദെൻ കോൺസ്റ്റാബുലറി വിഭാഗത്തിലാണെങ്കിൽ 20 to 36 ആണ്. മാക്സിമം 36 വരെയാണ് കോൺസ്റ്റാബുലറി വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ക്വാളിഫിക്കേഷൻ. ഇനി ഡിഗ്രിയാണ്. പിന്നെ ഈ പറഞ്ഞ കോൺസ്റ്റബിൾ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് കോൺസ്റ്റാബുലറി വിഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ എന്തുണ്ട്, നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അല്ലേ, 8 കാര്യങ്ങളുണ്ട്. അതിൽ 5 എണ്ണം മിനിമം നമ്മൾ നേടേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പാസ്സായാലാണ് പറ്റുള്ളൂ. അതേപോലെ തന്നെ മെഷർമെൻറ്റ് നിങ്ങൾക്കറിയാം, ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. ദെൻ ചെസ്റ്റ് മെഷർമെൻറ്റ് 81 സെൻറ്റിമീറ്റർ ആണ് വിത്ത് മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ ആണ് എക്സ്പാൻഷൻ വേണ്ടത്. ദെൻ 167 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എന്ത് വേണ്ടത്, ഹൈറ്റ് വേണ്ടത് എന്നുള്ള ഓർമ്മിച്ച് വെക്കുക. അത് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അല്ലേ, ഇല്ലേ? ഇനി SC/ST വിഭാഗത്തിന് ചെറിയ ഇളവുണ്ട്. അവിടെ 160 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. ദെൻ ചെസ്റ്റ് മെഷർമെൻറ്റ് 76 സെൻറ്റിമീറ്റർ മതി. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതിൽ കാഴ്ച എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൊതുവെ എല്ലാത്തിനും ഉണ്ടാകുന്ന പോലെ തന്നെയാണ്. അതായത് ഫിസിക്കൽ ഉള്ളതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത്തരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാത്തിനും ഏകദേശം സെയിം തന്നെയാണ്. 6 സ്നെല്ലനാണ് ഡിസ്റ്റൻറ്റ് വിഷൻ. അതേപോലെ നിയർ വിഷൻ 0.5 എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാധനം അതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ആ ഒരു സമയത്ത് വെരിഫിക്കേഷൻ്റെ ടൈമിൽ നമ്മൾ ഹാജരാക്കേണ്ടി വരും. ഇതാണ് 8 ഐറ്റംസ്. ഇതിൽ 5 ഐറ്റംസ് നമ്മൾ പാസ്സാവേണ്ടതുണ്ട്. മിനിമം 5 ഐറ്റംസ് പാസ്സാവേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ വിചാരിച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇറങ്ങിത്തിരിക്കുക, ജിമ്മിലും അങ്ങോട്ട് പോവുക, സൈഡിലൂടെ പരിശീലനവും നടത്തുക, പഠനവും നടത്തുക. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആ പോലീസ് ജീപ്പും അതിൽ നിറങ്ങുന്നതുമായിട്ടുള്ള അതിൻ്റെ മുന്നിലുള്ള പോസും ഇതൊക്കെ ഇപ്പോൾ പലരുടെയും സ്വപ്നമാണ്. നിങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് ജോലി കയറി ഇഷ്ടംപോലെ ആളുകളുടെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എൻട്രി നോക്കി കയറി എത്രയോ സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഞാനും ഷെയർ ചെയ്യാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ തന്നെ. അവരുടെ ആ ഒരു അഭിമാനവും അല്ലേ, അത് കാണുമ്പോൾ കുടുംബക്കാർക്കൊക്കെ ഉണ്ടാകുന്ന സന്തോഷവും നമ്മളെപ്പോലെ അവരുടെ വിജയത്തിൽ ഏതെങ്കിലും രീതിയിൽ പങ്കാളികളായിട്ടുള്ള നമുക്കുള്ള സന്തോഷമൊക്കെ ഭയങ്കര എന്താണ്, വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ അതേപോലെയുള്ള ആളുകളായിട്ട് അടുത്ത് നിങ്ങൾ മാറട്ടെ, ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ എല്ലാം ലാസ്റ്റ് ഡേറ്റ് December 31 തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് വിളിക്കാത്തതായിരുന്നു അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ജയിലറിലേക്ക് വിളിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് ജയിലർ ജയിൽ വകുപ്പാണ്. പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസിൽ അസിസ്റ്റന്റ് ജയിലർ വിളിച്ചിട്ടുണ്ട്. അത് SIനേക്കാളും ചെറിയൊരു ശമ്പള കുറവ് അതിനുണ്ട്. SIക്ക് 2 ഇൻക്രിമെന്റ് അധികം വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ 43,400 അതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് ജയിലർ ആണ്. അവിടെ 18 to 36 ആണ്. SIക്ക് 20 to 31 ആണെങ്കിൽ ഇവിടെ മറ്റ് ജനറൽ PSC പോലെ തന്നെ 18 to 36 ആണ് പ്രായപരിധി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SCക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും ഇളവ് എന്നുള്ള കാര്യം ഇവിടെയുണ്ട്. ഇനി ഡിഗ്രി തന്നെയാണ് ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എന്താണ് ഹൈറ്റും അതേപോലെ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റും അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റുമുള്ള പരീക്ഷയാണ് ഇതും. ഇവിടെ ഹൈറ്റ് 160 സെൻറ്റിമീറ്ററേ വേണ്ടിയുള്ളൂ കേട്ടോ. ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ആണ് ആർക്ക്, SC/STക്ക്. ദെൻ അല്ലാത്ത ആളുകൾക്ക് 165 സെൻറ്റിമീറ്റർ ആണ്. 81.3 സെൻറ്റിമീറ്റർ ആണ് എന്ത്, ചെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. 165 ആണ് ഇവിടെ. ഓക്കെ, മറ്റിടത്തിൽ 167 ആയിരുന്നു, ഇവിടെ 165 ആണ്. ഇവിടെ SCക്ക് എത്ര മതി, 160. SCക്കും STക്കും എത്ര മതി, 160 സെൻറ്റിമീറ്റർ മതി. ഓക്കെ, ഇതും ആര് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, വനിതകൾക്ക് ഇതും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇവിടെയുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് നേരത്തെ പോലെ തന്നെ 8-5 അതിൻ്റെ അളവുകളിലൊക്കെയാണ് ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ, ദെൻ വനിതകൾക്കും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏത്, ഈ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ. അതായത് കേരള സിവിൽ പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റ് ആർക്കും അപ്ലൈ ചെയ്യാം. വിമൻ കാറ്റഗറി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ ഇവിടെ കയറിപ്പറ്റാൻ പറ്റും. ഓക്കെ, 45,600 മറ്റതുപോലെ തന്നെ ആംഡ് ബറ്റാലിയനുള്ള അതേപോലെ തന്നെ ശമ്പളവും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ ഇവിടെ കാറ്റഗറി 3 കാറ്റഗറികളുണ്ട്. ഒന്നാമത്തെ ഓപ്പൺ മാർക്കറ്റ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ മാർക്കറ്റിലുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനുള്ളതാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ നിന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. മൂന്നാമത്തെ ഈ 450 കാറ്റഗറി എന്ന് പറയുന്നത് അത് എന്താണ്, കോൺസ്റ്റാബുലറി വിഭാഗത്തിൽ നിന്നുള്ളതാണ്. പോലീസ് കോൺസ്റ്റബിൾസ്
ഓക്കെ, സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അപ്പം അവർക്കുള്ളതാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത അവർക്കുള്ളതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ 3 വിഭാഗങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതുവരെ സർവീസിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിലാണ് വനിതകളും അതേപോലെ തന്നെ പുരുഷന്മാരും അപ്ലൈ ചെയ്യേണ്ടത്. ഓപ്പൺ മാർക്കറ്റിൽ മറ്റതുപോലെ തന്നെ 20 to 31 പ്രായപരിധി എന്ന് പറയുന്നത്. മിനിസ്റ്റീരിയലിന് 36 വരെയാണ്. മിനിസ്റ്റീരിയലിനും അതേപോലെ തന്നെ കോൺസ്റ്റാബുലറിക്കും ഏജ് മാക്സിമം 36 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. യോഗ്യത ഡിഗ്രി തന്നെ. ദെൻ ഹൈറ്റ് ഇതാ മെയിൽ കാൻഡിഡേറ്റ്സിന് 165.10, ഫോർ SC/ST കാൻഡിഡേറ്റിന് 160.02, ദെൻ ചെസ്റ്റ് മെഷർമെൻറ്റ് 81.28, ചെസ്റ്റ് എക്സ്പാൻഷൻ 5.08 ആണ്. ഇതാണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. ദെൻ വനിതകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. ഹൈറ്റ് എത്ര മതി? 160 സെൻറ്റിമീറ്റർ മതി. ഇനി SC/ST ആണെങ്കിൽ 155 സെൻറ്റിമീറ്ററും മതി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിനുള്ള അളവുകളിൽ മാത്രമാണ് വ്യത്യാസം. 8-5 തന്നെയാണ് നിങ്ങൾ ഇവിടെയും നേടേണ്ടത്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇറങ്ങിത്തിരിക്കുക. കമ്പനി ബോർഡ് ഓൾറെഡി വന്നതുകൊണ്ട് നന്നായിട്ട് ഇറങ്ങിത്തിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നേടിയും എടുക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി എൻട്രിയിൽ നോർമൽ ബാച്ച് ആണെങ്കിലും ഗോൾഡ് ബാച്ച് ആണെങ്കിലും ഒക്കെ ഓക്കെയാണ്, സെറ്റായി നിൽക്കുകയാണ്. വന്നോളൂ കേട്ടോ, കാണാം.